ഹലോ, സിന്ദൂരപ്പൊട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോ അർജുന്റെ ബാഗ് തുറന്നിട്ട് രാധിക അവിടെ കുടഞ്ഞ സമയത്ത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 500-ന്റെ വലിയൊരു കെട്ട് നോട്ടാണ് അവിടെ താഴെ വീണ് കിടക്കുന്നത്. എല്ലാവരും അമ്പരന്ന് നിൽക്കുന്ന സമയത്ത് പായസാണെങ്കിൽ അകത്ത് പോയി തെരഞ്ഞിട്ട് വന്ന ശേഷം പറയാണ്, ചേച്ചി രാധി, അകത്ത് എവിടെയും പണമൊന്നും കണ്ടു കിട്ടിയില്ല. കുറെ നിലത്ത് അലക്കാനുള്ള തുണികളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് രാധിക തന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് കൂടി അവിടെ നിലത്ത് വലിച്ചെറിയാണ്. അപ്പോഴാണ് പായസം അങ്ങോട്ടേക്ക് നോക്കുന്നത്. നിലത്ത് പണം കണ്ടപ്പോ അയാൾ പറയുന്നുണ്ട്, എടാ ദുഷ്ടാ, പണം നിന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേടാ. അപ്പോ വാസന്തി ആണെങ്കിൽ പറയാണ്, നിന്റെ ബാഗിൽ തന്നെ പണം കൊണ്ട് നടന്നിട്ടാണ് ചോദിക്കും തോറും ഞാൻ എടുത്തിട്ടില്ല നീ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേടാ. എന്നിട്ട് രാജേശ്വരിയെയും രുക്മിണിയെയും കാണിച്ചോട് പറയാണ്, ഇവര് രണ്ടുപേരും ആണല്ലോ ഹരിശ്ചന്ദ്രനെ കൂട്ടുപിടിക്കാൻ നിന്നിട്ടുണ്ടായിരുന്ന രണ്ട് അമ്മമാര്, കണ്ടില്ലേ. അപ്പോഴേക്കും നിലത്ത് വീണ പണവും ബാക്കിയുള്ള സാധനങ്ങളും ബാഗിലേക്ക് പെറുക്കിയിട്ടുകൊണ്ട് അർജുൻ പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ പണമല്ല. അപ്പോഴേക്കും രുക്മിണി ആണെങ്കിൽ അവന്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് ദേഷ്യത്തോടെ അവനോട് സംസാരിക്കാണ്, ഡാ ഡാ, ഇത് അവരുടെ പണമല്ലെങ്കിൽ പിന്നെ ഇത് ആരുടെ പണാടാ? നിനക്ക് ആരാടാ ഇത്രയും പണം തന്നത്, പറയടാ. അർജുൻ മറുപടി പറയാനാവാതെ നിൽക്കുകയാണ്. ദയവ് ചെയ്ത് അവര് പറയുന്നത് പോലെ ഇത് അവരുടെ പണാണെന്ന് തെളിയിച്ച് എന്നെ ജീവനോടെ ചുട്ടു കൊല്ലല്ലേടാ. പറയടാ, പറ, ഇത് എങ്ങനെയാ നിന്റെ കയ്യില്? അപ്പോഴേക്കും വാസന്തി രാധികയോട് പറയാണ്, രാധി, ആ പണം എടുത്തിട്ട് എണ്ണി നോക്കടി, അത് എത്ര ഉണ്ടെന്ന് നോക്ക്. ശരി മാമി എന്നും പറഞ്ഞിട്ട് രാധിക അത് എണ്ണി നോക്കിയിട്ട് പറയാണ്, മാമി ഇത് 50,000 രൂപയുണ്ട് മാമി. എടാ ദുഷ്ടാ, ഇത്ര പെട്ടെന്ന് ബാക്കിയുള്ള 10,000 രൂപ നീ എന്താടാ ചെയ്തത്? അപ്പോഴേക്കും അർജുൻ പോയിട്ട് ആ പണം പിടിച്ചു വാങ്ങിക്കുകയാണ്. നിങ്ങളോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, ഇത് നിങ്ങളുടെ പണമല്ല, ഇത് എൻ്റെ പണമല്ല, ഇത് എൻ്റെ ഫ്രണ്ടിന്റെ പണമാണ്. അമ്മ, അമ്മയ്ക്ക് എൻ്റെ ഫ്രണ്ട് രാകേഷിനെ അറിയില്ലേ, ഇത് അവന്റെ പണമാണ് അമ്മ. അവൻ എന്തിനാടാ ഇത്രയും അധികം പണം നിനക്ക് തന്നിട്ട് പോയത്? അമ്മ, ഇതവൻ കോളേജിലെ ഫീസ് അടക്കാൻ വേണ്ടി കൊണ്ടുവന്ന പണാണമ്മ. ഇന്നലെ ലേറ്റ് ആയത് കാരണം എൻ്റെ കയ്യിൽ വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ വാസന്തി കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, ഓ, ഈ 50,000 രൂപ എന്താ അത്രയ്ക്കധികം വെയിറ്റ് ഉണ്ടായിരുന്നോ? നിന്റെ ഫ്രണ്ടിന് ഈ പണം ചുമന്നിട്ട് പോവാൻ കഴിയുന്നുണ്ടായിരുന്നില്ലേ? അതിന് മറുപടി പറയാതെ വീണ്ടും അവൻ അമ്മയോട് തന്നെ പറയാണ്, അമ്മ, ഞാൻ സത്യമാണമ്മ പറയുന്നത്, ഇതെന്റെ ഫ്രണ്ട് രാകേഷിന്റെ പണാണമ്മ. അപ്പോഴേക്കും എ സിയുടെ രണ്ടുപേരും അകത്തേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കുടുംബ പ്രശ്നമൊക്കെ പിന്നീട് സംസാരിച്ചോ, ഇപ്പൊ ഒന്നുകിൽ എ സി എടുത്തിട്ട് പണം തരാൻ നോക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ എ സി എടുത്തിട്ട് തിരിച്ചു പോട്ടെ. അയ്യോ, നിങ്ങളുടെ പണം തരാതെ ഞങ്ങൾ നാട് കടക്കാനൊന്നും പോകുന്നില്ല. ഇപ്പൊ 50,000 രൂപയെ കിട്ടിയിട്ടുള്ളൂ, ബാക്കി 10,000 രൂപ എവിടെയോ കളഞ്ഞു പോയിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അത് കണ്ടെത്തുന്നതിനിടയ്ക്ക് നിങ്ങൾ പോയിട്ടൊരു ചായ കുടിച്ചിട്ട് വാ. അയ്യോ, നിങ്ങളോടൊന്നും സംസാരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് അവര് പോവുകയാണ്. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് രുക്മിണി. ഈ പണം എന്തായാലും തങ്ങളുടെ തന്നെയാണെന്ന് വാസന്തി രാധികയ്ക്ക് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം ഓട്ടോ സ്റ്റാൻഡിലാണ് ഇന്ദുവും നീലനും ഉള്ളത്. നീലൻ അവിടെ പുറത്തിറങ്ങി നിന്നിട്ട് ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് ഇന്ദു പോയ സമയത്ത് അവൻ വേഗം കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഇന്ദു അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോ നീലൻ ചോദിക്കുകയാണ്, എന്താ ഇന്ദു, താനും തന്നെ ഇങ്ങനെ നോക്കുന്നത്? നിങ്ങൾ എങ്ങനെയാ നീലേട്ടാ ബാങ്കിലെ ലോൺ അടച്ചത്? അപ്പോഴേക്കും ഡെക്കു അത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ആഹാ, നീ ലോൺ അടച്ചോ? അതെങ്ങനെയാടാ അളിയാ? ഇന്നലെ രാത്രിയല്ലേ പണമില്ല എന്നും പറഞ്ഞിട്ട് നീ വല്ലാതെ സങ്കടപ്പെടുന്നത് കണ്ടത്. അതിനിടയിൽ നിനക്ക് എങ്ങനെയാ പണം കിട്ടിയത്? നീനൻ അതിനൊന്നും മറുപടി ഇല്ലാതെ നിൽക്കുകയാണ്. ഇന്ദു ആണെങ്കിൽ ഡെക്കിനെ നോക്കുന്ന സമയത്ത് ഡെക്ക് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് സത്യമാണ് മോളെ, അവന് ഇന്നലെ പണമില്ലെന്ന് എന്നോട് വന്നിട്ട് പറഞ്ഞതാണ്, പിന്നെ നീ ഇപ്പൊ വന്നിട്ട് അവൻ അടച്ചു എന്ന് പറയുന്നത്? അപ്പൊ അവള് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് സത്യമാണ് ഡെക്കേട്ടാ, നീലേട്ടൻ തന്നെയാണ് പണം അടച്ചത്. എനിക്ക് മുഴുവൻ പണവും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല, പകുതി പണം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് വന്ന് അടച്ചാൽ മതിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ബാങ്കിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് പറഞ്ഞത് EMI അടച്ചു എന്ന്. അതുമില്ലാതെ വ്യക്തമായിട്ട് നീലകണ്ഠൻ എന്ന് പേരുള്ള ഒരാളാണ് അടച്ചത് എന്നും അവർ പറഞ്ഞു. നീലൻ അതുവരെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവനാണ് അടച്ചത് എന്നൊക്കെ അവൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഇപ്പോൾ അവന് മനസ്സിലായി. അപ്പോൾ ഇന്ദു വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് നീലേട്ട അത് അടച്ചത്? എന്താ ഇന്ദു താൻ ഇങ്ങനെ ചോദിക്കുന്നത്? അതെന്താ, എനിക്ക് ലോൺ അടക്കാൻ പാടില്ലേ? നീയും ഞാനും ഭാര്യയും ഭർത്താവല്ലേ, നമ്മൾ രണ്ടുപേരും ഒരു വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത്? അത് നമ്മുടെ വീട് തന്നെയല്ലേ, അപ്പൊ പിന്നെ അതിലെനിക്കും പങ്കില്ലേ? അതൊന്നും അല്ലാതെ നിനക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് എൻ്റെയും കൂടെ പ്രശ്നമല്ലേ ഇന്ദു? അതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്ത് ഭാര്യയും ഭർത്താവുമാണ്? അതുകൊണ്ടല്ല നീലേട്ടാ ഞാൻ ചോദിച്ചത്, അത് അങ്ങനെ തന്നെയാണ് ഇന്ദു. ശരിക്ക് പറയുകയാണെങ്കിൽ നിനക്ക് EMI അടക്കാൻ പണമില്ലെന്ന് കേട്ടപ്പോൾ തന്നെ ഞാനത് അടയ്ക്കേണ്ടതായിരുന്നു. പണവും ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കേണ്ടതായിരുന്നു. പക്ഷേ എന്തൊക്കെയോ ചിന്തയിൽ ഞാൻ അതൊക്കെ മറന്നുപോയി. താനീ ചിന്തിക്കുന്നത് പോലെ EMI അടക്കാനുള്ള ഡേറ്റ് പോലും ഞാൻ ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കുന്നില്ല. അതൊക്കെ വലിയ തെറ്റാണ്. ഏയ്, അങ്ങനെയൊന്നും ഇല്ല നീലേട്ടാ. പിന്നല്ലാതെ
താൻ ഓടി ഓടി കഷ്ടപ്പെട്ട് ഓരോ മാസവും EMI അടക്കാനുള്ള പണം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ എന്തൊക്കെയോ വികൃതി കാരണം ആ പണം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ അത് ബാങ്കുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ? എന്തെങ്കിലും ഒരു പരിഹാരം അതിന് കണ്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഡെക്ക് ചോദിക്കുന്നുണ്ട്, പക്ഷേ ഇന്നലെ രാത്രി വരെ ഒരു പണവും ഇല്ലെന്നല്ലേ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതിനിടക്ക് നീ എങ്ങനെ പണം ഉണ്ടാക്കിയത്? അത് പിന്നെ അളിയാ, അവനിങ്ങനെ പറയാൻ വേണ്ടി പമ്മി പമ്മി കളിക്കുകയാണ്. എന്നിട്ട് അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇപ്പോ സത്യം പറയണ്ട, വെറുതെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ, എന്താ നീ പറയാൻ വന്നത്? പറയടാ. അതെന്താന്ന് വെച്ചാ, ഞാൻ കുറച്ച് പണം സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്നാണ് എനിക്ക് ആ കാര്യം ഓർമ്മ വന്നത്. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ അടച്ചതാണ്. ഓഹോ, ഇപ്പൊ ഞാൻ അറിയാതെ സേവിങ്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലേ? കുഴപ്പമില്ല കുഴപ്പമില്ല. അയ്യോ, ഞാനിപ്പോ കുടുംബമായിട്ട് ജീവിക്കുന്ന ആളല്ലടാ അളിയ എന്നൊക്കെ പറഞ്ഞിട്ട് നീലൻ ആ വിഷയം സാധൂകരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? ആ, അതൊക്കെ ശരി തന്നെയാണ്. അപ്പൊ ഇന്ദു പറയുന്നുണ്ട്, നീലട്ടാ, ഞാനൊരു 20,000 രൂപയോളം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 15,000 രൂപ കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുപോയി അടച്ചേനെ. അയ്യോ ഇന്ദു, നമ്മളിൽ ആരടച്ചാലും എന്താ പ്രശ്നം? നീ അടച്ചാലും ഞാൻ അടച്ചാലും അത് ഒരുപോലെ തന്നെയല്ലേ? എനിക്കും ആ വീട്ടില് അവകാശമില്ലേ? ഇല്ലെങ്കിൽ അങ്ങനെ പറ. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ അടക്കില്ല. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും അല്ല നീലട്ട ഉദ്ദേശിച്ചത്. അപ്പോഴേക്കും നിയമോളെ കൂട്ടിക്കൊണ്ട് മാലതി ചേച്ചി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നിയമോളെ കണ്ടപ്പോൾ സന്തോഷത്തോടു കൂടി ഇന്ദു അവളുടെ അടുത്തേക്ക് പോവാണ്. ഏയ് നിയമോളെ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇന്ദുവിനെ മൈൻഡ് വെക്കാതെ അവള് നേരെ അവളുടെ അപ്പയുടെ അടുത്തേക്ക് പോവാണ്. അപ്പ എടുത്തിട്ട് അവളെ അവിടെ ഇരുത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും അവളുടെ മുഖത്തൊരു തെളിച്ചം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡെക്ക് ചോദിക്കുകയാണ്, അല്ല നിയമോളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ദു അമ്മയെ പോലെ തന്നെ നിന്റെ അപ്പയും സ്കൂളിലെ പാരന്റ്സ് മീറ്റിങ്ങിന് വന്നിട്ടില്ലല്ലോ. അപ്പ എന്താ ഇന്ദു അമ്മയോട് മാത്രം ദേഷ്യം കാണിക്കുന്നത്? ഇന്ദു അമ്മ പാവല്ലേ? അതിനൊന്നും മറുപടി ഇല്ലാതെ തലതാഴ്ത്തി അതേ ഇരിപ്പാണ് നിയമോള്. അപ്പൊ ഇന്ദു ആണെങ്കിൽ അവളോട് ചോദിക്കുന്നുണ്ട്, നിയമോളെ, എന്താ ഇപ്പോഴും അമ്മയോട് സംസാരിക്കാത്തത്? അമ്മ ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് മോളോട് വ്യക്തമായിട്ട് പറഞ്ഞു തന്നതല്ലേ? ആ സമയത്ത് നിയമോൾ ഒന്നും മിണ്ടാതെ ബാഗ് തുറക്കുകയാണ്. ഏയ്, എന്താണ് ചെല്ലക്കുട്ടി നോക്കുന്നത്? അയ്യോ, ഒന്ന് മിണ്ടാതെ ഡെക്കും അമ്മ എന്ന് പറഞ്ഞിട്ട് ബാഗ് തുറന്നിട്ട് അതിൽ നിന്നും ഒരു പണം നിറച്ചിടുന്ന ഒരു കാശിക്കുഞ്ചി ഉണ്ടല്ലോ, അതാണ് എടുക്കുന്നത്. അതെടുത്തതിന് ശേഷം എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ആ സമയത്ത് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അവിടെ തന്നെ ആ ആൽത്തറയിൽ വെച്ച് തന്നെ നിയമോൾ അത് പൊട്ടിക്കുകയാണ്. അത് പൊട്ടിച്ചപ്പോഴേക്കും അതിനകത്ത് അവൾ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് പണം, അതായത് കൊച്ചു കൊച്ചു പണങ്ങൾ അവളെ ഒരുക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്ന 10ന്റെയും 20ന്റെയും വലിയ വലിയ നോട്ടുകളും ചില്ലറകളും ഒക്കെ ഉണ്ടായിരുന്നു. അന്താളിച്ച് നിൽക്കുകയാണ് ഇന്ദുവും നീലനും ഡെക്കും മാലതി ചേച്ചി ഒക്കെ. അപ്പൊ അവർക്ക് മുന്നിൽ വെച്ചിട്ട് അതിൽ നിന്ന് നോട്ടുകളൊക്കെ പെറുക്കിയെടുത്തിട്ട് ഇന്ദുവിന് കൊടുത്തുകൊണ്ട് നിയമോള് പറയാണ്, ഇന്നാ ഇന്ദു അമ്മയുടെ കയ്യിൽ ബാങ്കിലടക്കം പണമില്ലാത്തതായിരുന്നില്ലേ ഈ പ്രശ്നത്തിനൊക്കെ കാരണം? ഇന്ദു ശരിക്കും അത് തീരെ പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. കാരണം നിയമോൾ തന്നോട് മിണ്ടാത്തതിലുള്ള വിഷമം മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത്രയേറെ മനസ്സിൽ കൊണ്ടു നടന്നുകൊണ്ടാണ് നിയമോൾ തന്നോട് മിണ്ടാതെ നിൽക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് ആ സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതായിരുന്നു. തന്റെ വിഷമം മനസ്സിലാക്കിയിട്ട് തനിക്ക് വേണ്ടിയിട്ട് അവൾ ഒരുക്കൂട്ടി വെച്ചിരിക്കുന്ന ആ പണം എടുത്തിട്ടാണ് അവൾ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, അത് തനിക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൾ പറയാണ്, ഈ പണം വെച്ചിട്ട് ബാങ്കിലെ ലോൺ അടച്ചോ ഇന്ദു അമ്മ? അവൾക്കത് പറഞ്ഞറിയിക്കാനകത്ത് സന്തോഷമായിരുന്നു. ഇത് മതിയാവോ ഇന്ദു അമ്മയുടെ EMI അടക്കാൻ വേണ്ടിയിട്ട്? അപ്പോ ഇന്ദു ആണെങ്കിൽ വേഗം വന്നിട്ട് നിയമോളെ കെട്ടിപ്പിടിക്കുകയാണ്. നിയമോളെ എന്നും പറഞ്ഞിട്ട് അവൾ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് കരയുന്നുണ്ടായിരുന്നു. ആ അമ്മയും മകളും തമ്മിലുള്ള സ്നേഹം നോക്കിയിട്ട് കണ്ണു നനഞ്ഞുകൊണ്ട് നിൽക്കാൻ നീലനും ഡെക്കിനും മാലതി ചേച്ചിക്കും സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇന്ദു ആണെങ്കിൽ അവളോടുള്ള സ്നേഹവും ആ കുട്ടി കാണിച്ച ആ ഒരു മനസ്സിന്റെ നന്മയും കാരണം അവളെ ഉമ്മ വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോ നിയമോള് പറയുന്നുണ്ട്, ഇന്നലെ തൊട്ട് ഇന്ദു അമ്മയെ കാണുമ്പോ എനിക്ക് പാവം തോന്നുന്നുണ്ടായിരുന്നു. ഇന്നാ ഇത് വെച്ചിട്ട് ഇന്ദു അമ്മയുടെ EMI അടച്ചോ? എന്നിട്ട് പണം വീണ്ടും അവൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നിയമോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ദു പറയുന്നുണ്ട്, ഇല്ലടാ, അതൊക്കെ EMI ഒക്കെ അടച്ചു കഴിഞ്ഞു. എന്നിട്ട് അവള് നിയമോളോട് പറയാണ്, മോള് എന്നെ മേലെ ദേഷ്യത്തോടെയാണെന്നാണ് ഞാൻ കരുതിയത്. ആ, ദേഷ്യത്തോടെ തന്നെ ആയിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് ഇന്ദു അമ്മ പറഞ്ഞപ്പോ എനിക്ക് ഇന്ദു അമ്മയോട് പാവം തോന്നി. ഏതോ ഒരു അങ്കിളല്ലേ ഇന്ദു അമ്മയെ പറ്റിച്ചിട്ട് പോയത്. അത് കേട്ട സമയത്ത് ഇന്ദു കരഞ്ഞുകൊണ്ട് വീണ്ടും അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയാണ്. അപ്പോൾ ഡെക്ക് നീലനോട് പറയുന്നുണ്ട്, ചെറിയ കുട്ടിയാണെങ്കിലും അവൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത് നോക്ക്. ഇന്ദുവിനാണെങ്കിൽ നിയമോട് തന്നോട് കാണിക്കുന്ന സ്നേഹം അത്രയ്ക്ക് സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. മാലതി ചേച്ചിയും പറഞ്ഞു, ഇന്ദു, താൻ കുഞ്ഞിനെ നന്നായിട്ടാണ് വളർത്തിയത് മോളെ. ഇവള് നിന്നെ ജീവിതത്തിൽ കരകയറ്റും. അത് കേട്ടപ്പോൾ ഇന്ദു അഭിമാനത്തോടെ നീലനെ നോക്കുവാണ്. അതൊക്കെ കഴിഞ്ഞ് നീലനാണെങ്കിൽ ഓരോരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പൂർണ്ണി കോൾ ചെയ്യുന്നത്. ഇതെന്താ പൂർണ്ണി ഈ സമയത്ത് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് അവൻ കോൾ എടുക്കുന്നത്. ഏട്ടൻ ഇത് എവിടെയാ?
ഞാൻ കടയിലുണ്ട്, നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഏട്ടാ വീട്ടിലാകെ പ്രശ്നമായിരിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പൂർണ്ണി നീലനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മയുടെ പണം കാണാതെ പോയതും അതിനുശേഷം അർജുൻ കോളേജിലേക്ക് പോകുന്ന സമയത്ത് അവനെ പിടിച്ച് തടഞ്ഞു വെച്ചതും അവൻ്റെ ബാഗ് പിടിച്ചെടുത്ത സമയത്ത് അതിൽ നിന്ന് പണം കിട്ടിയതും ഒക്കെ കാര്യങ്ങൾ എല്ലാവർക്കും മുൻപിൽ രുക്മിണി അമ്മയും കുടുംബവും നാണക്കെട്ട് നിൽക്കുകയാണെന്നുള്ളതൊക്കെ പൂർണ്ണി പറഞ്ഞ സമയത്ത് നീലനാണെങ്കിൽ അവളോട് കോള് കട്ട് ചെയ്യാൻ വേണ്ടി പറയാണ്. എന്നിട്ട് ഇന്ദുവിനെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് രുക്മിണിയാണെങ്കിൽ വാസന്തിയോട് പറയുന്നുണ്ട്, നോക്കൂ, അവൻ നിങ്ങളോട് പറഞ്ഞില്ലേ അത് അവന്റെ കൂട്ടുകാരന്റെ പണാണെന്ന്. പിന്നെ എന്തിനാ നിങ്ങൾ വീണ്ടും വീണ്ടും അവന് കള്ളൻ എന്ന പേര് ചാർത്തി കൊടുക്കാൻ ശ്രമിക്കുന്നത്? അപ്പൊ പിന്നെ എന്റെ ചേച്ചി കള്ളം പറഞ്ഞു എന്നാണോ? പായസവും വിട്ടുകൊടുക്കുന്നില്ല. ഇത്ര നേരം നിങ്ങളുടെ മകൻ പണം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞവന്റെ ബാഗിൽ നിന്ന് പിന്നെ എങ്ങനെ ഇത്രയധികം പണം വന്നത്? അർജുനാണെങ്കിൽ വിഷമത്തോടെ അമ്മയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ സത്യസന്ധനാണ് അവനായിരുന്നെങ്കിൽ എൻ്റെ പണം കാണുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് തന്നെ എൻ്റെ ബാഗിൽ 50,000 രൂപയുണ്ട്, പക്ഷെ അത് നിങ്ങളുടെ പണമല്ലെന്ന് അവന് വാ തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ? അത് ശരിയാണെന്നല്ലോ ഉള്ള മട്ടിലാണ് രുക്മിണിയും രാജേശ്വരിയൊക്കെ നിൽക്കുന്നത്. അത് മാത്രമല്ല, എൻ്റെ പണം കാണാതെ പോയ അതേ ദിവസം തന്നെ അവൻ്റെ കൂട്ടുകാരൻ അവന് പണം വെക്കാൻ കൊടുത്തു എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? നല്ല കഥയാണല്ലോ അവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അവനാണെങ്കിൽ വായിക്ക് വന്നതൊക്കെ വിളിച്ചു പറയാണ്. നീയോ അവനൊപ്പം ചേർന്നിട്ട് അവൻ പറയുന്നതൊക്കെ സത്യാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണോ? വാസന്തി അമ്മ രുക്മിണിയോട് തട്ടിക്കയറുവാണ്. ഒക്കത്തിനും ഒത്താശ പിടിച്ചുകൊണ്ട് രാധികയും നിൽപ്പുണ്ടായിരുന്നു. ആ സമയത്ത് അർജുൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്കൂ, വെറുതെ എൻ്റെ അമ്മയെക്കുറിച്ച് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ച് പറയാതെ. അത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. രുക്മിണി കണ്ണുനീര് തുടച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് രാധികയും വാസന്തിയാണെങ്കിൽ പരിഹാസത്തോടെ പറയുന്നുണ്ട്, ആഹാ നോക്കടാ, മോഷണം നടത്തിയവന് ഇത്ര അഹങ്കാരത്തോടെ സംസാരിക്കാനുള്ള ഇതുണ്ടോ? മര്യാദയ്ക്ക് സംസാരിച്ചോ, ഇല്ലെങ്കിൽ ഞാനും തിരിച്ചു സംസാരിക്കും. അർജുൻ പറഞ്ഞു തീർന്നതും പായസത്തൊക്കെ തള്ളി മാറ്റിയിട്ട് വാസന്തി വന്നിട്ട് അവന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിക്കാണ്. ഓ, നീ തിരിച്ചു പറയോ? പറയടാ, പറയാ, ഞാൻ കേക്കട്ടെ. ഷർട്ടിൽ കൈവച്ചിട്ടുള്ള കാര്യമൊക്കെ വിട്, നിങ്ങൾ ഷർട്ടിൽ നിന്ന് കൈയെടുക്കാൻ നോക്ക്. ഇത്രയും അധികം തെളിവോട് കൂടി അവനെ പിടിച്ചിട്ടോ അവന്റെ അഹങ്കാരം കുറയുന്നുണ്ടോ നോക്ക് മാമി. അവനെ പിടിച്ച് അങ്ങനെ തന്നെ പുറത്തു കൊണ്ടുപോയി തള്ളു, എന്നിട്ട് പോലീസിനെ വിളിക്കാൻ നോക്ക്. വാടാ വാ എന്നും പറഞ്ഞിട്ട് അർജുനെ പിടിച്ചു വലിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് പോവാണ്. എൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച പണം തരാതെ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നാലെ രുക്മിണിയും കുടുംബവും എല്ലാവരും വരുന്നുണ്ടായിരുന്നു. അവസാനം വീട്ടുവാസലെത്തിയ സമയത്ത് അവനെ പിടിച്ച് പുറത്തേക്ക് തള്ളുകയാണ്. അർജുൻ റോഡിലേക്ക് വീണ സമയത്ത് അവിടേക്ക് ഓട്ടോയിൽ ഇന്ദുവും നീലനും എത്തിയിട്ടുണ്ടായിരുന്നു. നീലൻ ഓടി വന്നിട്ട് അർജുനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. എന്താ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് അർജുനെയും പിടിച്ച് അകത്തേക്ക് കൊണ്ടുവന്നിട്ട് അവൻ വീണ്ടും ദേഷ്യത്തോട് ചോദിക്കുകയാണ്, അമ്മ എന്തൊക്കെയാ ചെയ്യുന്നത്? കള്ളനെ പോലീസിന് പിടിച്ചു കൊടുത്ത് ഏൽപ്പിക്കാന്ന് കരുതിയപ്പോഴാണ് നീ വന്നത്. എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? എന്തൊക്കെയാ ഇവിടെ നടന്നിരിക്കുന്നത്? ഡാ, നീ എനിക്ക് 60,000 രൂപ തന്നിട്ടുണ്ടായിരുന്നില്ലേ? ഞാനത് നീ അന്ന് തന്ന സമയത്ത് എൻ്റെ അലമാരയെ കൊണ്ടുപോയി വെച്ചതാണ്. ഇന്ന് രാവിലെ AC-കാരൻ വന്ന സമയത്ത് അവൻ എടുത്തു കൊടുക്കാന്ന് കരുതി അലമാര തുറന്ന സമയത്ത് പണം അതിനകത്ത് കാണുന്നില്ലടാ. ഇവനാണ് പണം മോഷ്ടിച്ചതും പോരാഞ്ഞ് എടുത്ത വേഗത്തിൽ തന്നെ 10,000 രൂപ അവൻ ചെലവാക്കി കളയുകയും ചെയ്തു. ബാക്കിയുള്ള 50,000 രൂപ അവന്റെ കയ്യിലും ഉണ്ട്. ഇവനെയൊക്കെ ഇങ്ങനെ വിടുകയാണെങ്കിൽ നാളെ എന്ത് വേണമെങ്കിലും ഇവനൊക്കെ ചെയ്യും. അതൊക്കെ കേട്ട് രുക്മിണി അപമാനത്തോടെ തലതാഴ്ത്തി കരഞ്ഞോണ്ട് നിൽക്കുകയാണ്. അമ്മയ്ക്ക് എല്ലാത്തിലും ഭയങ്കര ധൃതിയാണ്. അമ്മ, ആ പണം ഇവനല്ല എടുത്തത്. അതെ, അവനല്ല എടുത്തതെന്ന് നീ നേരിട്ട് കണ്ടതാണല്ലോ. നീലം പറയുന്നതൊന്നും വിശ്വസിക്കാൻ വാസന്തിയും കുടുംബവും തയ്യാറല്ലായിരുന്നു. ഈ കുടുംബക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ടാൽ മതി, അപ്പോഴേക്കും നീ പറന്നിങ് എത്തിക്കോളും. എല്ലാവരും കണ്ടാ വിചാരിക്കും നിന്നെ പ്രസവിച്ച അമ്മയും നിന്റെ കൂടെ പിറന്ന സഹോദരങ്ങൾക്കും വേണ്ടിയാണ് നീ സംസാരിക്കുന്നത് എന്ന്. ഇവരൊക്കെ നിന്റെ ആരാടാ? അവരെന്റെ ആരായാലും എന്താ അമ്മ, പക്ഷെ തെറ്റ് ചെയ്യാത്ത ഒരാളുടെ പേരിൽ ആവശ്യമില്ലാതെ കുറ്റം ചാർത്തരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ആവശ്യമില്ലാതെ ഒരുത്തന്റെ പേരിൽ തെറ്റ് ചാർത്താൻ വേണ്ടി ഞാൻ അത്ര മന്ദബുദ്ധിയൊന്നും അല്ലടാ. എൻ്റെ റൂമിൽ അലമാരക്കകത്ത് വെച്ച പണം അവനാണ് മോഷ്ടിച്ചത്. അതിനെ ഈ രാധിക സാക്ഷിയാണ്. അപ്പോ തിരിച്ച് നീലൻ ചോദിക്കുന്നുണ്ട്, രാധിക, നീ അത് കണ്ടിട്ടുണ്ടായിരുന്നോ? ആ നീലട്ടാ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കേട്ട് രുക്മിണിയും കുടുംബവും ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കാരണം ഐ വിറ്റ്നസ് ആയിട്ടാണ് രാധിക സംസാരിക്കുന്നത്. നീ എന്താ കണ്ടത്? നീലൻ തിരിച്ചു ചോദിക്കുകയാണ്. അത് പിന്നെ അവൻ ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ആ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ശരി, അവൻ ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ആ റൂമിൽ വന്നത് നീ കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ പണം എടുക്കുന്നത് നീ കണ്ടിട്ടുണ്ടായിരുന്നോ? അത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നീ എങ്ങനെയാ പറഞ്ഞത്? അപ്പോഴാണ് വാസന്തി പറയുന്നത്, എടാ, അലമാരക്കകത്ത് വെച്ച പണം അവൻ ബാത്റൂമിൽ വന്ന് പോയതിനു ശേഷമാണ് കാണാതായത്. അപ്പൊ പിന്നെ അവനല്ലേ അത് എടുത്തത്? ഇതല്ലാതെ നിനക്ക് തെളിവായിട്ട് ഇതിന്റെ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാൻ പറ്റുമോ? ഇവളാണെങ്കിൽ അവനൊന്നുമില്ലെങ്കിൽ റൂം കയറിയത് കണ്ടിട്ടാണ് പറയുന്നത് എന്നെങ്കിലും പറയാം. ഒരു തെളിവും ഒരു കാര്യവും കാണാതെ നീ എങ്ങനെയാണ് അവനല്ല എടുത്തത് എന്ന് ഇത്ര ഉറപ്പിച്ചു പറയുന്നത്? അമ്മ, അവനത് എടുക്കാൻ യാതൊരു ചാൻസും ഇല്ല അമ്മ. അതങ്ങനെയല്ല നീ പറയാൻ നിനക്കെന്ത് ഇത്ര ഉറപ്പ്?
കാരണം ആ പണം എടുത്തത് ഞാനാണ്. അവസാനം നീലൻ തന്നെ പൊട്ടിത്തെറിച്ച് സത്യം പറയാണ്. അത് കേട്ടപ്പോൾ വാസന്തി ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. കൂടെ രാധികയും ബാക്കിയുള്ള എല്ലാവരും ഒരുപോലെ ഷോക്കായിട്ടുണ്ടായിരുന്നു നീലനാണ് അത് എടുത്തത് എന്ന് കേട്ടപ്പോൾ. വാസന്തി പതറിക്കൊണ്ട് ചോദിക്കാണ്, എന്താടാ നീ പറയുന്നത്? നീയാണ് അത് എടുത്തതെന്നോ? അതെ അമ്മ, ഞാനാണ് അതെടുത്തത്. അമ്മയുടെ പേരിൽ സത്യം ചെയ്യണമെങ്കിൽ സത്യം ചെയ്തിട്ട് പറയാം, ഞാൻ തന്നെയാണ് അതെടുത്തത്. എടാ, ഇവനെപ്പോലെ ഒരുത്തനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പേരിൽ കള്ളസത്യം ചെയ്യാൻ മാത്രമൊക്കെ നീ ആയോടാ? അമ്മ, ഞാൻ കള്ളസത്യം അല്ല ചെയ്തത്, സത്യമായിട്ടും ആ പണം ഞാൻ തന്നെയാണ് എടുത്തത്. ഡാ നീല, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? അതെ അമ്മ, രാവിലെ അമ്മ എന്നോട് നീ എങ്ങോട്ടേക്കാ പോകുന്നേടാന്ന് ചോദിച്ചിട്ടില്ലേ? ആ സമയത്ത് അമ്മ ഞാൻ ആ പണം എടുത്തത്. ഡാ, നീ എന്തിനാടാ മോഷ്ടിച്ചിട്ട് പണം എടുത്തിട്ട് പോയത്? നിനക്ക് എന്നോട് ചോദിച്ചിട്ട് പണം എടുത്തിട്ട് പോയാ പോരെ? വാസന്തി ഒന്നും മനസ്സിലാവാതെ ചോദിക്കുകയാണ്. ഞാൻ പറയാം അമ്മ. ഇന്ദു പറയാണ്. പറ. EMI അടക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പണം എടുത്തിട്ട് പോയത്. EMI-യാ? അങ്ങനെ പറഞ്ഞ എന്താടാ നീല? വാസന്തിക്ക് മനസ്സിലായില്ല. അമ്മ, അത് അപ്പൊ ഇന്ദു തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. വീടിന്റെ ലോണാണ് അമ്മ, ഇന്നാണ് അത് അടയ്ക്കേണ്ട അവസാന തീയതി. ആർക്കും ഒന്നും മനസ്സിലായില്ല. എല്ലാവരും ഇങ്ങനെ ഞെട്ടിയിട്ട് നിൽക്കുകയാണ്, കാര്യം എന്താണെന്ന് പോലും അറിയാതെ. അപ്പോൾ രുക്മിണിയാണെങ്കിൽ ഇന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ അത് അടച്ചു എന്നല്ലേ ഇന്ദു നീ എന്നോട് പറഞ്ഞത്? അങ്ങനെ ഇന്ദു അല്ല അമ്മ പറഞ്ഞത്, ഞാനാ പറഞ്ഞത്. നീലൻ ആ കുറ്റം ഏറ്റെടുക്കുകയാണ്. അപ്പോ രുക്മിണി ചോദിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ അടച്ചു എന്നല്ലേ പറഞ്ഞത് മോനെ? നീലനും ഇന്ദു ഒന്നും പറയാനാവാതെ നിൽക്കുകയാണ്. പക്ഷേ അവരുടെ അലമാരയിലുള്ള പണം നീ എന്തിനാ എടുത്തത്? നീലനോട് ചോദിക്കുകയാണ്. അപ്പൊ ഇന്ദുവാണ് സംസാരിക്കുന്നത്. അത് പിന്നെ EMI അടയ്ക്കാനുള്ള പണം അക്കൗണ്ടിലായിരുന്നു അമ്മ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ ആ വൃദ്ധനെ അവിടെ ഇറക്കി വിട്ടതും അയാൾ ഫോൺ വാങ്ങിച്ചതും പിന്നീട് OTP വഴി തൻ്റെ പണം മുഴുവൻ ഡെബിറ്റായിട്ട് പോയതും അങ്ങനെ സംഭവിച്ച കാര്യങ്ങൾ, ബാങ്കിൽ പോയതും, അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാവരും കേൾക്കി ഇന്ദു പറയാണ്. അപ്പം അതിലൊക്കെ രാധികയ്ക്ക് ഒരു പങ്കുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ രാധിക ഒരു കള്ളിയെ പോലെ നിൽക്കുകയാണ്. സംഭവിച്ച കാര്യങ്ങളൊക്കെ കേട്ടിട്ട് രാധിക പുച്ഛത്തോടെ ചിരിക്കുന്ന സമയത്ത് രുക്മിണി വേവലാതിയോട് ചോദിക്കുകയാണ്, എന്തൊക്കെ ഇന്ദു നീ പറയുന്നത്? പണത്തിന്റെ കാര്യത്തിൽ നീ ഇത്രയും ശ്രദ്ധയില്ലാതെയാണോ നിന്നത്? ഇത്രയും ശ്രദ്ധയില്ലാതെ നീ എങ്ങനെയാണ് ഇന്ദു ചെയ്തത്? അപ്പോ ഇന്ദു സങ്കടത്തോടെ പറയാണ്, അങ്ങനെയല്ല അമ്മ, വയസ്സായ ഒരാൾ വന്നിട്ട് ഒരു സഹായം ചോദിച്ച സമയത്ത് ഞാൻ അദ്ദേഹത്തെ സംശയിച്ചില്ല. ഒരാൾക്ക് സഹായം ചെയ്യുകയല്ലേ എന്നേ ഞാൻ കരുതിയുള്ളൂ. വയസ്സായ എല്ലാവരും നല്ലവരാണെന്നാണോ നീ കരുതുന്നത്? ഇപ്പോ ഒരാളുടെ ഫോണ് കയ്യിൽ കിട്ടിയാൽ തന്നെ ബാങ്കിലുള്ള മുഴുവൻ പണവും അവർക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നൊക്കെ ദിവസവും പത്രത്തിലൊക്കെ നീ വായിക്കുന്നതല്ലേ ഇന്ദു? നീ അങ്ങനെയുള്ള വാർത്തകളൊന്നും കാണാറില്ലേ ഇന്ദു? അമ്മ, ഞാൻ കാണാറുണ്ട്. പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു സഹായം ചോദിച്ച സമയത്ത് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് എൻ്റെ ഓർമ്മയിൽ പോലും വന്നില്ല അമ്മ. എന്തോ അവർ ചതിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയില്ല എന്നൊക്കെ ഇന്ദു സങ്കടത്തോടെ അവളുടെ സങ്കടാവസ്ഥ പറയുകയാണ്. ആ സമയത്ത് വാസന്തിയുടെ മുഖത്തും ചെറുതായിട്ടൊരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ നീലനാണെങ്കിൽ അമ്മയോട് ചോദിക്കുന്നു, അമ്മ, ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് സത്യങ്ങൾ മനസ്സിലായില്ലേ? ഇപ്പൊ അമ്മയുടെ സംശയമൊക്കെ തീർന്നോ? അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.